ഇതാണ് മത്തങ്ങ ഹലുവ. ഹലുവ എന്നും പറയും, അലുവ എന്നും പറയും. തൃശ്ശൂരൊക്കെ അലുവ അലുവ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ ഈ മത്തങ്ങ ഹലുവ ഉണ്ടാക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടത്തിൽ ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടായി. അപ്പോൾ ഭയങ്കര മധുരം. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞേ, ഇനി ഈ സാമ്പാറിലൊന്നും ഇത് ഇടണ്ട, ഭയങ്കര മധുരമാണ്, എനിക്ക് പുളിയും രസമൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, എന്നാൽ നമുക്ക് അലുവ ഉണ്ടാക്കാം. ശരി. അപ്പോൾ ഉണ്ടായി ഇത് ഭയങ്കര സ്വാദാണ്. അത് കണ്ടില്ലേ, 2 കഴിക്കാൻ തീറ്റ. ഇതുപോലെ ഒരു ചീനച്ചട്ടി എടുക്കുക, മണ്ണിൻ്റെയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും എടുത്താൽ നിങ്ങൾ. അപ്പോൾ ഒരു 300 മില്ലി വെള്ളം ഒഴിച്ചേക്കണം ഈ ശർക്കരയിൽ. അപ്പോൾ ഒരു 400 ഗ്രാം ശർക്കരയുണ്ട്. അപ്പോൾ തീ കൊടുത്തിട്ട് ഞങ്ങൾ ഇനി തോട്ടത്തേക്ക് പോവാണ്. അപ്പോഴേക്കും ഇത് ഇവിടെ നിന്ന് ഉരുകിക്കോളും. അപ്പോൾ ഉണ്ടാവും, ഇതാണ് എൻ്റെ തോട്ടം. വലിയ തോട്ടമൊന്നുമല്ല, കൃഷിക്കാരനൊന്നുമല്ല, അത്ര വലിയ കൃഷിക്കാരനല്ല, എന്നാലും നമ്മളുടെ എല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് മത്തങ്ങ, കണ്ടില്ലേ, ഇതാണ് മത്തങ്ങ. പംകിൻ. ഓരോ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് ABCD അറിയില്ല എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ കാടിൻ്റെ ഉള്ളിലാണ് മത്തങ്ങ കിടക്കുന്നത്. അപ്പം നമ്മളിത് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു മത്തങ്ങ കൂടി മുറിച്ച് എടുക്കാം, കണ്ടോ. അപ്പം നമ്മൾ ഈ വള്ളിമെന്ന് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇങ്ങോട്ട് മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വള്ളിയില്ലേ, മത്തങ്ങയുടെ വള്ളിയൊക്കെ നശിച്ചു, പിന്നെ മത്തങ്ങ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ ഒന്ന് കഴുകിയിട്ട് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ നല്ല ഫ്രഷ് വെള്ളമാണ്, നല്ല മണ്ണിലൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി വീട്ടിൽ കൊണ്ടായിട്ട് കഴുകിയിട്ട് വേണം ശരിയാക്കാൻ. കണ്ടോ, നല്ല മൂർച്ചയുള്ള വെട്ടുകത്തി എടുക്കുക, എന്നിട്ടാണ് മുറിക്കുക. അപ്പോൾ ഇതുപോലെ വെട്ടണമെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടായ മത്തങ്ങ ആയാലേ നല്ല സ്ട്രോങ് ആണ് വൻ. അപ്പോൾ നല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതിന് കത്തി കൊണ്ട് മുറിച്ചാൽ മതി. അപ്പം ഇതിൻ്റെ തോല്, ഈ പുറന്തോടില്ലേ, അത് ഒരു കത്തി കൊണ്ടൊക്കെ മുറിച്ച് കളയാം. അപ്പോൾ വീട്ടിൽ മത്തങ്ങ ഉള്ളവരൊക്കെ നല്ല കട്ടിയിൽ കളഞ്ഞോ, ഇല്ലാന്നെങ്കിൽ ഒരു സ്വല്പം കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ പീസായിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളയുക. അതിന് ശേഷം കണ്ടോ, ഈ കുരുവൊക്കെ അങ്ങോട്ട് കളയാം. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഒരു ചേമ്പിൻ്റെ ഇലയാണ് കൊണ്ടു വെച്ചത്. ആ ചേമ്പിൻ്റെ ഇലയിലേക്ക് ഇടുക. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വേസ്റ്റ് കളയാനായിട്ട് ആ ഇല കൊണ്ടായിട്ട് ഒരു വീക്ക് തോട്ടത്തേക്ക്. അപ്പോൾ അവിടെ ഇരുന്ന് ചീഞ്ഞ് വളമാവും, കണ്ടോ. പിന്നെ നമ്മൾ വൃത്തിയാക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ടൗണിലുള്ളവരൊക്കെ ഒരു ന്യൂസ് പേപ്പർ ഇടാം. അതിന് ശേഷം ഈ പണി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പം മുറിക്കലൊക്കെ കഴിഞ്ഞു. സബിത കഴുകിയിട്ടാണ് ഇനി ഇടുള്ളൂ. അവൾക്ക് ഭയങ്കര വെടുപ്പം കുത്തിയാണ്. കാരണം വെച്ചാൽ തൃശ്ശൂർ ടൗണിലെ ഈ നമ്പൂരിമാരും നായന്മാരൊക്കെ താമസിക്കുന്നതിൻ്റെ ഉള്ളാണ് ഇവളുടെ വീട്. സൗഗന്ധികം, ആ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അപ്പം തന്നെ. അപ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കഴുകേണ്ട ആവശ്യമില്ല. കാരണം മത്തങ്ങ കഴുകുകയാണ്, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വല്ല ചെളിയോ മണ്ണങ്ങനെ കയറുക. എന്നാലും ഈ പണ്ടത്തെ പഠിപ്പ് ഇങ്ങനെ കഴുകിയിടും, ഉണ്ടല്ലോ. അപ്പോൾ ഈ മത്തങ്ങയിൽ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട. കാരണം ഈ മത്തങ്ങയുടെ ഉള്ളിൽ വെള്ളമുണ്ട്, അത് ഒന്ന് ചൂടായി ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ഇതിപ്പോൾ കുക്കറിലിട്ട് അത് കണ്ട സ്റ്റീം വന്നു. അപ്പോൾ ഈ സ്റ്റീം 2-3 എണ്ണം വരുമ്പോഴേക്കും വേവുമ്പോഴേക്കും എന്നോട് പറഞ്ഞു, പോയിട്ട് കൊട്ടത്തേങ്ങ 2 എണ്ണം കൊണ്ടുപോവാ. അപ്പോൾ നമ്മളിങ്ങനെ കുടുക്കി നോക്കുമ്പോൾ കുടുങ്ങുന്നുണ്ട്. നല്ല സൂപ്പർ കൊട്ടത്തേങ്ങയാണ്. അപ്പോൾ 2 വശത്തുനിന്ന് വെട്ടുമ്പോൾ വെട്ടി 2 പീസാവാൻ പാടില്ല. അത് 2 പീസായിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊളിങ്ങനെ കൊട്ടത്തേങ്ങ അത് മുറിയും. അപ്പോൾ ഉണ്ടോ, ശകരി മുറിയാവുന്ന ശക്തിയിൽ വേണം വെട്ടാൻ, കണ്ടില്ലേ. ഇതാണ് കൊട്ടത്തേങ്ങ. ഇതപ്പോൾ അവൾക്കാണ്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞു. ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെട്ടണം. അപ്പോൾ വെട്ടത്തിൽ വായിക്കും, അല്ലെങ്കിൽ മാട കൊണ്ടാണ് 2 കൊട്ട് കൊടുക്കുക, സാധനം കൊണ്ട് എടുക്കുക. കണ്ട, ഇതാണ് കൊട്ടത്തേങ്ങ. ഇത് ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. ഇത് കണ്ട, അവള് നൈസാക്കിയിട്ട് കത്തി എടുത്തിട്ട് മുറിക്കണം. അപ്പോൾ ഈ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കാൻ അറിയാം. പക്ഷെ ഞാൻ വല്ല മുട്ടീമയോ പലയമയോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ്, പലക എന്നൊക്കെ പറഞ്ഞപ്പോൾ മോശക്കേടായി. അപ്പോൾ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഇടണം. കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്കല്ല, മുറിക്കുക. എന്നിട്ടണ്ട അവള് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അങ്ങോട്ട് എടുത്തു, കണ്ട. അപ്പോൾ ഇതിലൊരു 300 മില്ലി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ പാലെടുക്കുള്ളൂ. നിങ്ങൾ 2 പ്രാവശ്യമൊക്കെ മേടിച്ച് എടുത്തോ. കാരണം നിങ്ങൾ നാളികേരൊക്കെ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വല്ല കണ്ടോ
അപ്പോൾ ഈ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് അതിന് ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം, അരിച്ചെടുക്കുക. അത് സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ആവണം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിലേ അത് ചൂടോടുകൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉരുകി താഴെ പോകും. അപ്പം നമ്മളുടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് അലുവ ഉണ്ടാക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ വേണ്ട ഈ സ്റ്റീമൊക്കെ നമ്മളിനി തുറന്ന് കളഞ്ഞിട്ട് എടുക്കണം. ഇത് സ്റ്റീമൊക്കെ കളയണം. അപ്പോൾ ഇത് വിട്ട് എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും. ഇതേ പറഞ്ഞ വേണ്ട ഇതേ. അപ്പം നമ്മളുടെ മത്തങ്ങ റെഡിയാണ്, നല്ല വെന്ത് ഉടഞ്ഞ് തുടങ്ങി. അപ്പോൾ അതങ്ങോട്ട് ചെരിയ എവിടേക്ക് നമ്മളുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ശർക്കര പാനിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ട ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മത്തങ്ങയൊക്കെ നല്ല ഉടഞ്ഞ് തുടങ്ങിയ മത്തങ്ങ വേണം നമ്മൾ ഇതിലിടാനായിട്ട്, നല്ല ഉടഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം ഇളക്കിയാൽ മതി. കണ്ട അപ്പോൾ ഇന്നൊന്ന് കുറുകി തുടങ്ങുമ്പോൾ, ഇതിലത്തെ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമ്മുടെ നറുനെയ്യ് അത് കുറച്ച് ഇട്ട് കൊടുക്കാം. നറുനെയ്യ് വീട്ടിലൊന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യണം, കുറച്ച് കുപ്പിയിലുള്ള നെയ്യ് മേടിക്കുക കടകളിൽ നിന്ന്. അതിന് ശേഷം എന്തേ ഒന്നാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോ. ഇനി രണ്ടാം പാലൊന്നും ഒഴിക്കണ്ട, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പേരുത്ത് ആവശ്യമില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം കണ്ട ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ പാടില്ല, ഇത് തെറിച്ചിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് ഓരോ പീസ് ആയിട്ട് ഇങ്ങോട്ട് തെറിക്കും അലുവ. അപ്പോൾ ഇത് നല്ല കട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, അത് കടകളിലൊക്കെ വരുന്ന ഒരു ചെറിയ പാക്കറ്റ് 30 രൂപ. അപ്പോൾ പാക്കറ്റിലുള്ളതാണ് നിങ്ങൾ മേടിക്കാവോ. കാരണം വെച്ചാൽ ലൂസ് കടകളിലുണ്ടാവും, അതിൽ എലി ഓടിയതാവും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ 1 കിലോൻ്റെ പാക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിച്ച് വയ്ക്കും ഏത് ഡേറ്റൊക്കെ കഴിയാറാകുമ്പോൾ. അപ്പം നിങ്ങളുടെ വിചാരം ഇത് ഫ്രഷ് സാധനമാണ്. ഫ്രഷ് ഒന്നല്ല, ഈ പാക്കറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞേക്കാളേ ചിലപ്പോൾ 1 മാസം മുന്നോട്ട് പൊട്ടിക്കും, എന്നിട്ട് ഇവിടെ വയ്ക്കും. അതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് മത്തങ്ങ അലുവ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിട്ട് തിന്ന അതിൻ്റെ സ്വാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ്. അത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നത് ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. കണ്ടില്ലേ. അപ്പോൾ ഭാര്യ സബിത അവിടെ ഇരുന്നിട്ട് കുറേശ്ശെ പാക്ക് ചെയ്യാണ്. ഇത് എന്തിനാണെന്ന് വെച്ചപ്പോൾ ഇതേ അവളുടെ കുറച്ച് കൂട്ടുകാർ യൂട്യൂബൊക്കെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു മത്തങ്ങ അലുവ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നോളൂ എന്ന്. അപ്പോൾ അവർക്ക് പാർസലാണ്. ഒരു പാക്കറ്റ് നമ്മളുടെ മോണിക്കുണ്ട്, എൻ്റെ മോള് എറണാകുളത്ത്, അവൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം റെഡിയാണ്.